അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട്? അപ്പോൾ നോമ്പ് 5 കഴിഞ്ഞല്ലേ. നോമ്പ് തുടങ്ങാൻ പക്കം എത്ര എളുപ്പമാണ് നോമ്പൊക്കെ കഴിഞ്ഞു പോണത്. 5 അപ്പോൾ അത്താഴത്തിന് ഞാൻ കുറച്ച് ചീരൻ്റെ താളിപ്പും ഒരു ഡബിൾ ഓംലെറ്റും ഒക്കെ ഉണ്ടാക്കിയിരുന്നു. പിന്നെ കുറച്ച് ബീട്രൂട്ട് ഉപ്പേരി ഫ്രിഡ്ജിലുണ്ടായിരുന്നു, അതും ചൂടാക്കി എടുത്തു. ഇന്ന് മോളും നോമ്പ് എടുക്കുന്നുണ്ട് പറഞ്ഞിട്ട് അവളും അത്താഴത്തിന് എണീറ്റ്. അവളുള്ളതുകൊണ്ടാണ് ഞാൻ ചോറൊക്കെ വെക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി കഴിക്കാറ് ആണ്. അപ്പോൾ കട്ടൻ ചായയൊക്കെ കുടിച്ചു. അവൾ ചോറ് മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇരുന്ന് തീറ്റിപ്പിച്ചിട്ടുള്ള എക്സ്പ്രഷനാണത്. അപ്പോൾ ഞാൻ അത്താഴത്തിന് എണീറ്റ് പിന്നെ കുറച്ച് സമയമൊക്കെ ഉണ്ടായപ്പോൾ ഞാൻ തുടച്ചു. മോൾ അവിടെ ഇരുന്ന് ഓതായിരുന്നു. വൈകുന്നേരത്തിന് പിന്നെ ഞാൻ എന്തെങ്കിലും ഇഡ്ഡലിയോ ദോശയൊക്കെ ചൂടാൻ കരുതി കുറച്ച് മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് കുറച്ച് തേങ്ങാ ചട്ടിനിയും കുറച്ച് തക്കാളി ചട്ടിനിയും ഒക്കെ ഉണ്ടാക്കി വെച്ചു. പിന്നെ അപ്രതീക്ഷിതമായി ഇന്ന് 2 ഗസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക്. എൻ്റെ ഉപ്പയും വന്നിരുന്നു. ഒരു വേറെ വഴിക്ക് ഉപ്പാൻ്റെ പെങ്ങളുടെ അടുത്തൊക്കെ പോയി തിരിച്ച് വന്നപ്പോൾ അങ്ങനെ വന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് നോമ്പ് തുറന്നിട്ട് പോവാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിർത്തിയതാണ്. അപ്പോൾ നമ്മളെ മാസ്റ്റർ പീസായിട്ടുള്ള പക്കവടിയും ഉരുളക്കിഴങ്ങും ബജിയൊക്കെ ഉണ്ടാക്കി. പിന്നെ കുറച്ച് തേങ്ങ കലക്കിയിരുന്നു. പിന്നെ നാരങ്ങ വെള്ളം ഉണ്ടാക്കിയിരുന്നു. ഉമ്മാക്ക് പിന്നെ ചായ വേണമെന്ന് പറഞ്ഞു ഉമ്മാക്ക് ചായയും കൊടുത്തു. ഒക്കെ ടേബിളുമ്പോൾ റെഡിയാക്കി വെച്ചിട്ട് ഞങ്ങൾ ബാങ്ക് കൊടുക്കണം കാത്തിരുന്ന് നോമ്പൊക്കെ തുറന്നു. പിന്നെ നിസ്കാരം കഴിഞ്ഞിട്ട് അവർ പോയിട്ടോ. പിന്നെ ഞാനും മോളൊക്കെ ദോശയൊക്കെ ചുട്ട്, മക്കളും ഞങ്ങളൊക്കെ ദോശയൊക്കെ ചുട്ടുകൊണ്ട് കഴിച്ചു.